കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 2025 ഡിസംബർ മാസം 5-ാം തീയതി പ്രിയ തലോലപ്പറമ്പിൽ ഇവിടെയുള്ള ഹൗസ് ചർച്ചിൽ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാനും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയും കർത്താവ് ഒരു അവസരം കൂടി കർത്താവ് നമുക്ക് നൽകി. 2025 നമുക്ക് അവസരം കിട്ടി. 26 അത് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ലോകത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ എൻ്റെ ഒരു സംസാര ശൈലിയാണത്. ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ഇന്നത്തെ ലോകം പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം, ഏത് സമയത്ത് എന്തും സംഭവിക്കാം. കർത്താവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടം. ദൈവമക്കൾ ദൈവവചനത്തിലൂടെ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ട് ഉപദേശങ്ങൾ കേട്ട് പഠിച്ചനുസരിച്ച് ജീവിച്ച് നമ്മുടെ നിത്യത ഉറപ്പാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി സീറ്റൊക്കെ റിസർവേഷൻ ചെയ്തെന്ന് പറഞ്ഞാലും സാധാരണ അമേരിക്ക, കാനഡ അങ്ങനെയുള്ള വലിയ വലിയ രാജ്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ, ദീർഘയാത്രയ്ക്ക് പോകുമ്പോൾ ഈ ടിക്കറ്റ് ഒന്ന് കൺഫേം ആക്കാറുണ്ട് അല്ലേ? യാത്ര ക്ലിയർ ആക്കാറുണ്ട്, കൺഫേം ആക്കാറുണ്ട്. എന്തിനും അതിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. കാരണം ദീർഘദൂര യാത്രയാണ്, വലിയ തുക കൊടുത്തെടുക്കുന്ന ടിക്കറ്റാണ്. അത് കൺഫേം ആക്കി യാത്ര ചെയ്യണം. എന്നതുപോലെ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളണം ഓരോ ദിവസവും ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ. സ്തോത്രം. ഞാനിവിടെ രാവിലെ വന്നപ്പോൾ ഞാനൊരു കമ്പിവാചകം പോലെ ഒന്നുണ്ട് കാര്യം പറഞ്ഞത് എന്നെ വളരെ എന്നെ അങ്ങ് സ്വാധീനിച്ചു. കാരണം ദൈവം ഈ ലോകത്തിനും ഈ ലോകത്തിൻ്റെ ഗതിവിധികൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടുണ്ട്. അതാണ് ബുക്ക് ഓഫ് ആക്ട്സ് 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമാണ് അത്. ആ വാക്യം നമുക്ക് തരുന്ന പഠനം. ഒന്ന് 3:21 വായിച്ചാട്ട്. പ്രവൃത്തി പുസ്തകം 3:21. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ 3:21. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരും. അത് കർത്താവിനെ കുറിച്ച് അവിടെ പറയുന്ന ഒരു ഭാഗമാണ്. പക്ഷെ ഇവിടെ പറയുന്ന നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന വിഷയം ദൈവം ലോകാരംഭം മുതൽ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന ഒരു കാലമുണ്ട്, ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട്. ലോകം സൃഷ്ടിച്ച അന്ന് മുതൽ ദൈവത്തിന്റെ പദ്ധതികൾക്ക് ദൈവം ഒരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്. വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ടൊരു സമയം, വീണ്ടെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ കർത്താവിൽ കൂടി വീണ്ടെടുപ്പ് പ്രാപിച്ച ജനത്തെ വന്ന് ചേർക്കാൻ ഒരു സമയം, അത് കഴിഞ്ഞ് സാത്താൻ ഒരു എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് ജനത്തെ പ്രവേശിപ്പിക്കാനും സമയം വെച്ചിട്ടുണ്ട്. ഇത് പുസ്തകത്തിലൂടെ ഇപ്പൊ ഈ വാക്യം നിങ്ങൾ ബൈബിളിൽ എവിടെയെങ്കിലും കുറിച്ചിടണോ? ഇത് ദൈവം യഥാസ്ഥാനമാക്കുന്ന ഒരു കാലമുണ്ട്. എല്ലാ വിഷയങ്ങളെയും യഥാസ്ഥാനമാക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലം എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത പ്രാവചനിക വചനത്തിന്റെ നിവൃത്തി പ്രകാരമാണ് എല്ലാം യഥാസ്ഥാനമാക്കുന്നത്. അത് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിട്ടുണ്ട് ദൈവം. അത് ഞാനിവിടെ പറഞ്ഞെന്നാ തോന്നുന്നത്, കോഴി ചിക്കുന്ന പോലെ ചിക്കി എന്ത് ചെയ്യണം? അത് വചനത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെറിയാണ്. കർത്താവ് കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴൊന്നും വരത്തില്ല, മിക്കവാറും വരാൻ സാധ്യതയില്ല. ചിലരൊക്കെ അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, കർത്താവ് ഏത് സമയവും വരാം. കർത്താവ് വരും എന്നുള്ളത് ഉറപ്പ്, സമയം നമുക്ക് നിശ്ചയമില്ല. നമ്മൾ മരിക്കുമെന്നുള്ളത് ഉറപ്പ്, നമ്മുടെ സമയം, മരണത്തിന്റെ സമയം നമുക്ക് നിശ്ചയമില്ല. എന്നതുപോലെ പ്രിയ വാത്സല്യ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ എരിവോടെ ഞാൻ വിളിച്ചു പറയുന്നു, സ്തോത്രം. ഈ ലോകത്തെ യഥാസ്ഥാനമാക്കാൻ ദൈവം തന്റെ പദ്ധതികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് ചില പ്രാവചനിക സമയത്തിന്റെ ക്ലിപ്തതകളുണ്ട്. അതെപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. അത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അത് ദൈവം ചെയ്യും. നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടാതെ ആ ദൈവത്തിന്റെ കർമ്മ പദ്ധതിക്കുള്ളിൽ ആ ദൈവവചന വ്യവസ്ഥ പ്രകാരം ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുങ്ങേണ്ട ഒരുക്കം
നമ്മൾ പൂർത്തീകരിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഞാനിങ്ങനെ ചിന്തിക്കും ഇടയ്ക്കിടയ്ക്ക്, ഈ ലോകത്ത് ദുഷ്ടന്മാർ ഇങ്ങനെ പെരുകി വരിക. പാവം പിടിച്ച ദൈവമക്കൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, സുവിശേഷന്മാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ദൈവസഭയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ആക്രമങ്ങളും അനീതികളും എന്ന് വേണ്ട പാവം പിടിച്ച ദൈവമക്കളെ എല്ലാം പന്തടിക്കുന്ന പോലെ എടുത്തിട്ട് അടിക്കുകയാണ് മനുഷ്യൻ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, ഇവർക്കൊക്കെ ദൈവം എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, ഒരു സമ്മാനം കൊടുക്കണ്ടേ ഈ ചെയ്യുന്നവരൊക്കെ? അപ്പൊ കർത്താവ് വന്നാലേ നടക്കുള്ളൂ. 1-ാം നൂറ്റാണ്ട് മുതൽ പഠിക്കുമ്പോൾ 3.5 നൂറ്റാണ്ട് വരെ ദൈവ വ്യവസ്ഥയിൽ സഭ നിന്നു. അത് കഴിഞ്ഞ ശേഷം സഭ ദുരുപദേശത്തിലേക്ക് മൂക്കുകുത്തി കുസ്തന്ത്യോസ് ചക്രവർത്തിയുടെ രംഗപ്രവേശനത്തോടെ, ചരിത്രത്തിലെ ചരിത്രം പഠിക്കുന്നവർക്കൊക്കെ അറിയാം, അന്നു മുതൽ സഭ ദുരുപദേശത്തിലേക്ക് പോവുകയും യഥാർത്ഥ സഭയുടെ ആത്മീക നിലവാരത്തിൽ നിന്നവരെയൊക്കെ എന്ത് ചെയ്യുക, ലോകം കൊന്നുമുടിക്കുക ചെയ്തത്. കോടിക്കണക്കിന് വിശുദ്ധന്മാർ രക്തസാക്ഷികളായി. കർത്താവിന്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരിൽ എത്ര പേര് രക്തസാക്ഷികളായി? 11 പേര് രക്തസാക്ഷികളായി. ഇപ്പൊ നമ്മൾ നമ്മുടെ ജീവനെ എന്ത് ചെയ്യുക, സേഫ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്ന അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, നമ്മൾ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. എന്റെ ദൈവജനം പഠിപ്പിച്ച ദേവദാസൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, സഹോദര മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഗോതമ്പ് പൊടി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയിരിക്കും. അടുത്ത് പറഞ്ഞോട്ടെ, ചത്തുവെങ്കിലോ അതിന്റെ കാര്യം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്ഥാനത്ത് 100 പേരെ ദൈവം എഴുന്നേൽപ്പിച്ചോളും. ഉദാഹരണം, സ്തേഫാനോസ് ആദ്യത്തെ രക്തസാക്ഷി പുതിയ നിയമസഭയുടെ എന്ന വേദപുസ്തകത്തിലൂടെയുള്ള തെളിവാണ് കേട്ടോ. അതിന് മുമ്പ് രക്തസാക്ഷികളെ കണ്ടേക്കാം, നമുക്കറിയത്തില്ല. പുസ്തകം വെളിപ്പെടുന്ന രക്തസാക്ഷി ആദ്യത്തത്. ആ മനുഷ്യൻ മരിച്ചപ്പോ എന്താ പറ്റി? ദൈവസഭ തീർന്നു. യഹൂദന്മാരും റോമ സാമ്രാജ്യം വിചാരിച്ചു ഇനി യഹൂദന്മാരും തലപൊക്കത്തില്ല. എന്നാൽ 1000 സ്തേഫാനോസിന്റെ ശക്തിയോടെ ഒരു പൗലൂസിനെ ദൈവം എഴുന്നേൽപ്പിച്ച ചരിത്രം പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയാൻ ഒരു പിശാചിനും കഴിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല. ദൈവസഭ പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുന്നു. ആ പണിയുടെ കൂട്ടത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക അങ്ങോട്ട്. കർത്താവേ എന്നെ പണിയണമേ. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാം, വചനത്തിലൂടെ എന്നെ ഒന്ന് പണിയണമേ, വചനത്തിലൂടെ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, വചനത്തിലൂടെ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ, വചനത്തിലൂടെ എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ. ദൈവവചനം കേട്ട് ആത്മീയമായി വളരുവാൻ, ആത്മശക്തി പ്രാപിക്കുവാൻ, ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ് ഇന്ന് പകലിൽ കർത്താവെ എനിക്ക് തരണമെന്ന് പ്രാർത്ഥനയോടെ നമ്മളായിരുന്നാൽ ആ അവസ്ഥയിലേക്ക് കർത്താവ് നമ്മളെ നടത്തും. ഇനി അധിക കാലങ്ങളില്ല കർത്താവിന്റെ വരവിന്. ചില പാസ്റ്റർമാരൊക്കെ ഒരു കൈ വിരലില് പൊക്കി പിടിച്ചോണ്ട് പറയും ഇനി ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് അധികാലം ഇല്ലെന്നേ ഉള്ളൂ. 4-എന്നോ 5-എന്നോ 10-എന്നോ പറയാനായിട്ട് പുസ്തകത്തിൽ വ്യവസ്ഥയില്ല. കർത്താവ് എപ്പോഴും വരുമെന്ന് കർത്താവിന് പോലും അറിയത്തില്ല. അത് പിതാവിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യമാണ്. യോശുവ എന്ന് പറഞ്ഞൊരു ദുരുപദേശി ഇവിടെ വന്ന് കിടന്ന് പ്രസംഗിച്ചു, കർത്താവ് വരും, ലോകം മുഴുവൻ പ്രസംഗിച്ച്, കുറെ പേർ അതിനുവേണ്ടി കാത്തിരുന്ന് അവസാനം 12 പറഞ്ഞ പോലെ കുരങ്ങൻ എളിഭ്യനായതുപോലെ എളിഭ്യരായിപ്പോയി എല്ലാവരും. സൗത്ത് കൊറിയയില്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ സൗത്ത് കൊറിയയിൽ ഇതുപോലെ കുറെ ദുരുപദേശികൾ എഴുന്നേറ്റ് കർത്താവ് വരുമെന്ന് പറഞ്ഞൊരു വലിയ കെട്ടിടത്തിന്റെ പൊക്കത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് പാട്ടൊക്കെ പാടിയിരുന്ന അവസാനം അഗ്നിബാധയുണ്ടായി ചത്തെന്നൊക്കെയാണ് കേട്ടത്. സ്തോത്രം. അങ്ങനെ വലിയ കൊടിയ വിപത്തുകളിലേക്കൊക്കെ സാത്താൻ മനുഷ്യനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോ. അതുകൊണ്ട് തിരുവെഴുത്ത് അറിയേണ്ട പോലെ അറിയണം, പഠിക്കേണ്ട പോലെ പഠിക്കണം, ഗ്രഹിക്കേണ്ട പോലെ ഗ്രഹിക്കണം. അപ്പോൾ നമ്മൾ തെറ്റിപ്പോകത്തില്ല, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ചില പാസ്റ്റർമാരൊക്കെ എഴുതിയിട്ട് ആത്മാവ് ഇങ്ങനെ പറയുന്നു പറഞ്ഞ് പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയും. പാവം പിടിച്ച വിശ്വാസികൾ ഇത് കേട്ടിട്ട് എന്ത് ചെയ്യും? അയ്യോ ആത്മാവ് പറഞ്ഞതാ. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം? ആത്മാവ് പറഞ്ഞെങ്കിൽ ദൈവവചനത്തിൽ അതിന് സൂചനകൾ കാണും, തെളിവുകൾ കാണും. ഇദ്ദേഹം പറയുന്നതും വചനത്തിലുള്ളതും കൂടി നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കണം. പരിശുദ്ധാത്മാവ് തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തിയ വചനത്തിന്റെ വെളിപ്പാടുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള വചന വെളിപ്പാടുകളും ദൈവാലോചനകളും മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. അല്ല ദൈവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം ബാംഗ്ലൂരിൽ കുറെ കൊച്ചു പിള്ളേര് ഇപ്പൊ എനിക്കൊരു 6 മാസം മുമ്പാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം, ദൈവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പേട്ട് ചെറുക്കൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോൾ ആ ചെറുക്കൻ എല്ലാവരും കൂടി ചെന്ന് ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നു. ഞാൻ കണ്ടു. കാരണം ദൈവം സംസാരിക്കുന്ന മനുഷ്യന് ഞാനൊന്ന് പിടിച്ചോട്ട് വെച്ചു.
കണ്ടോ കണ്ടോ ഇല്ലയോ? ഇതൊക്കെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടത്. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണേ. കാരണം ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ എന്ത് ചെയ്യുക? പിടിച്ചു കഴിഞ്ഞാൽ ദൈവശക്തി കിട്ടും. പിശാചിന്റെ ശക്തി ഒരു ദൈവശക്തി ഇല്ല. പറയുന്ന മുഴുവൻ പൊട്ടത്തരം. നിങ്ങൾ ഒന്നുകൊണ്ട് തന്നെ വിഷമിക്കരുത് കേട്ടോ, ഞാനിങ്ങനെ പറയുന്നില്ലേ. ദുരുപദേശത്തെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. ഞാനത് പിന്നീടാണത് മനസ്സിലാക്കിയത്. കാരണം അത് പൊളിക്കണ്ടേ? സത്യവചനത്തിനെതിരെ ഉയർന്നു വരുന്ന ദുരുപദേശങ്ങളെ പൊളിച്ചു കളയണ്ടേ? ഊതി വീഴ്ത്തൽ, ഉന്തി വീഴ്ത്തൽ, കുരയ്ക്കൽ, ചിരിക്കൽ, ഛർദ്ദിക്കലൊക്കെ സ്വതന്ത്രം ഞാൻ ദൈവികമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതിൻ്റെ മുമ്പിൽ പോയി നിന്നവനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ സ്ലേയിങ് സ്പിരിറ്റ് മിനിസ്ട്രി ചെയ്യുന്ന ഒരു സഹോദരന്റെ മുൻപിൽ ചെന്ന് നിന്നതാണ്. എൻ്റെ പ്രാർത്ഥന ഇത് ദൈവികമാണെങ്കിൽ ഞാൻ വീഴണം. വീണ് എഴുന്നേറ്റിട്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പാസ്റ്ററല്ല, വിശ്വാസിയാണ്, എല്ലാത്തിനെയും ഞാനും ഉന്തിയിടും, അല്ലെങ്കിൽ ഊതിയിടും, അല്ലെങ്കിൽ കുരപ്പിക്കും, അല്ലെങ്കിൽ ചിരിപ്പിക്കും. അതാണ് എൻ്റെ പ്രതിഷ്ഠ. ഞാൻ വീണുമില്ല, ഞാൻ കുരച്ചുമില്ല, ഛർദ്ദിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല ദൈവമക്കളെ. അതുകൊണ്ട് അബദ്ധത്തിലൊന്നും ആരും ചെന്ന് ചാടരുത്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ആരും അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. പൗലൂസ് പറയുന്ന പ്രവൃത്തി പുസ്തകം 20:32 വായിച്ചാട്ടെ. 20:32 മുഹോറ് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരികയാണ്. പ്രവൃത്തി 20:32. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവിടുത്തെ കൃപയിലും അവിടുത്തെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. പുതിയ നിയമസഭയുടെ അപ്പോസ്തലൻ പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും ഗലാത്യർ 1:1 പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലൻ ആക്കി വെച്ച പുതിയ നിയമസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലൻ പൗലൂസ് പറയുന്നു, ഞാൻ നിങ്ങളെ വചനത്തിൽ ഫലമേൽപ്പിക്കുന്നു. വചനത്തിൽ നിന്നോണം, വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നോണം, ഉപദേശ സത്യങ്ങളിൽ നിന്നോണം. അപ്പോസ്തലന്മാർ നമുക്ക് തരുന്ന വചനത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നോണം. അപ്പുറം ഇപ്പുറവും പോകരുത്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് പോകരുത്. അതിർവിട്ട് പോയാൽ അവന് ദൈവമില്ല. ദൈവമില്ലെങ്കിൽ ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിന്റെ ദൈവമായ സാത്താനുണ്ട് അവന്. അത് വലിയ അപകടമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ടൈറ്റിലായിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരിക. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നലെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. തലയോലപ്പറമ്പിലെ അനേക വചനത്തിന്റെ വെളിപ്പാടുകൾ തുറന്നു വയ്ക്കുവാൻ കർത്താവ് കൃപയാൽ എനിക്ക് ഭാഗ്യം നൽകി. അത് നിങ്ങൾക്കും വചനം കേൾക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമാണെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അതോർത്ത് എനിക്കും വലിയ സന്തോഷമുണ്ട്. എന്നാൽ ഇന്നിങ്ങോട്ട് വരാനായിട്ട് ഇന്നലെ ദൈവത്തിൽ പ്രാർത്ഥിച്ചു. കർത്താവെ, ഒത്തിരി വചനഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പൊങ്ങി വന്നെങ്കിലും അവസാനം വന്ന് നിന്നത് സെന്റ് പോളിന്റെ പ്രാർത്ഥന, പൗലൂസിന്റെ പ്രാർത്ഥന. ഇതുവരെയും പൗലൂസിന്റെ പ്രാർത്ഥന എന്നുള്ളൊരു മെസ്സേജ് സോഷ്യൽ മീഡിയയിലൂടെയോ പ്രസംഗിച്ചോ ഞാൻ കേട്ടിട്ടില്ല. പ്രസംഗിച്ചുണ്ടാകാം. ദൈവദാസന്മാർ, വചന വെളിപ്പാടുള്ള ദൈവദാസന്മാർ ഒത്തിരി നമുക്കുണ്ട്. അവരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടാകും. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല. എന്നാൽ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ചു, പൗലൂസിന്റെ പ്രാർത്ഥന നമുക്കൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന്. കിട്ടുന്ന സമയം അതിനുവേണ്ടി ഞാൻ പ്രയോജനപ്പെടുത്തുവാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുക. ലേഖനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയാണ് ഒന്നാമത്തെ പ്രാർത്ഥന കിടക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. 16-ാമത്തെ വാക്യം. നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം വായിച്ചാട്ട്. എഫേസ്യർ 1:16. നിങ്ങൾക്ക് വേണ്ടി മതി, അവിടെ നിൽക്കട്ടെ. അപ്പൊ എഫേസ്യ സഭയ്ക്ക് വേണ്ടി പൗലോസ് എന്ത് ചെയ്തു? ഇടപെടാതെ സ്തോത്രം ചെയ്തു. പാസ്റ്റർമാരോട് ഒരു ദൂത് ഞാൻ പറയാം. നമ്മുടെ വിശ്വാസികളെ രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും വേണ്ടി ഇപ്പൊ ഇന്നിപ്പോ സ്തോത്രം ചെയ്തു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ. എന്നാൽ എല്ലാവരെയും ഓർത്ത്, താവേ, ഇന്ന സഹോദരൻ, ഇന്ന സഹോദരി, കുറച്ച് പേരാണ് പ്രാർത്ഥിക്കുക. സ്തോത്രം ചെയ്യുക. അത് പൗലോസ് തന്നിരിക്കുന്ന വ്യവസ്ഥയാണ് ഈ പറയുന്നത്. ദൈവമാക്കി വെച്ച അപ്പോസ്തലൻ പറഞ്ഞ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ, ഒരു മോഡൽ ഇവിടെ കാണുക. അതാ നമ്മൾ ചെയ്യണോ? അത് സഭകൾ തകർന്നു പോകുന്നതിന്റെ കാരണം ഇതിനിടയ്ക്ക് കയറി വന്നുകൊണ്ട് പറയുക. ഞാനൊരു സഹോദരോട് ചോദിച്ചു, ബ്രദറെ, നിങ്ങളുടെ ചർച്ചിലുള്ള ഇന്ന സഹോദരനെ അറിയുമോ? പേര് ഞാൻ പറഞ്ഞു, ഇന്ന പേരോടുകൂടി. എനിക്കറിയില്ല പാസ്റ്റർ. ഞാൻ പറഞ്ഞു, എന്താ അറിയാത്ത?
10,000-20,000 പേര് വരുന്നുണ്ട്. ആരെ അറിയാൻ? ഉത്സവപ്പറമ്പിൽ വരുന്ന പോലെ ഇങ്ങനെ വലിയ ആൾക്കാർ, അമ്പലപ്പറമ്പിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക സഭയിൽ. വിശുദ്ധിയില്ല, വേർപാടുമില്ല, യാതൊരു ആത്മീയ നിലവാരങ്ങളും ഇല്ല, വേദോത്സവ വായനയില്ല, പ്രാർത്ഥനയില്ല, വേർപാട് ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ വന്നിരിക്കുക. മീറ്റിംഗ് കഴിയുമ്പോൾ ബിരിയാണി കിട്ടും. പോകാനായിട്ട് വണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്, ടെമ്പോ ട്രാവലർ. അപ്പോൾ എവിടെ നിന്ന് കൊടുത്തോ അവിടെ കൊണ്ടുവന്ന് ആക്കി വിടും, ബിരിയാണിയും കൊടുക്കും. അത്യാവശ്യം കൊച്ചുങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കൊക്കെ സംഭവം ഒക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ എന്തില്ല? വചനത്തിൻ്റെ പഠനങ്ങൾ അവിടെ ഇല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അവർക്ക് വേണ്ടി ഉപദേശം പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. പുതിയ നിയമസഭയുടെ ഉപദേശം അടിസ്ഥാനപരമായി സഭയെ പഠിപ്പിക്കുന്നില്ല. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം എന്ന് 6:17 16:17 നിങ്ങൾ പഠിച്ച ഉപദേശ രൂപം. അപ്പൊ സഭ എന്ത് ചെയ്തു? ഉപദേശം പഠിപ്പിച്ചു. സഭ എന്ത് ചെയ്തു? അത് പഠിച്ചു. അതുകൊണ്ട് റോമസഭ പ്രബുദ്ധമായ സഭയായി മാറി. ക്രിസ്ത്യാനികൾക്കെതിരെ നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു റോമൻ സാമ്രാജ്യം, യഹൂദന്മാരും. ആ കാലഘട്ടങ്ങളിൽ റോമസഭ പ്രബുദ്ധമായ സഭയായിരുന്നു. അവർ തമ്മിൽ പ്രബോധിപ്പിക്കുവാനുള്ള കഴിവുള്ള കരുത്തന്മാരായ ശക്തന്മാരായ വിശ്വാസികളെന്ന് ലേഖനത്തിൽ നിന്ന് പഠിക്കാൻ നമുക്ക് കഴിയുന്നു. കൊരിന്ത് സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ റോൾ മോഡലായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്നത് കൊരിന്ത് സഭ പാപം ചെയ്തിരുന്ന സഭയാണെങ്കിലും ആത്മീക ശൈശവസ്ഥയിൽ കിടന്ന സഭയാണെങ്കിലും അവർ അപ്പോസ്തലന്മാരെ പോലെ ആയെന്ന് 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കാണാൻ കഴിയും. വേണമെങ്കിൽ നമുക്കൊന്ന് വായിച്ചു പോകുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ഓർമ്മ. വചനം ഗ്രഹിക്കാൻ കഴിയാത്തവർക്ക് അതൊക്കെ ഒന്ന് ഗ്രഹിച്ചു പോകുന്നത് വളരെ നല്ലതാണ്. 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നിങ്ങളെടുത്തെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ ഞാനങ്ങ് വായിക്കും. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം. അപ്പൊ കൊരിന്ത്യയിലെ വിശ്വാസികൾ ആരെ പോലെയായി? അപ്പോസ്തലന്മാരെ പോലെയായി. ഉപദേശം പറഞ്ഞ് പഠിപ്പിക്കുന്ന ഞങ്ങളുടെ പത്രമായി നിങ്ങൾ തീർന്നു എന്ന്. നിങ്ങളൊന്ന് ചിന്തിക്കുക ദൈവമക്കളെ. നമ്മുടെ നോർമൽ മൈൻഡോടൊന്ന് ചിന്തിച്ച്, സഭകളിലുള്ള വിശ്വാസികൾ ശുശ്രൂഷകന്മാരെ പോലെ വചനം പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ദൈവകൃപയിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയല്ലേ നമുക്കുണ്ടാകേണ്ടത്? അത് ഈ പുസ്തകത്തിൽ കാണുന്ന പാറ്റേൺ, മോഡൽ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കാം, അതിന്റെ പിന്നത്തെ തുടർച്ച. ഞങ്ങളുടെ ശുശ്രൂഷയാൽ വേണ്ട കിടക്കണ്. അപ്പോസ്തലന്മാരുടെ പത്രമായി, അത് കഴിഞ്ഞ് അവർ ക്രിസ്തുവിൻ പത്രമായി വെളിപ്പെടുന്നുവല്ലോ. നമുക്കിതാണ് ആവശ്യം. ഇവിടെ ബൈബിൾ കോളേജുകളും സെമിനാരികളും വചനം പഠിപ്പിക്കലും ഒക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. കണ്ടെയ്നർ കണക്കിന് പഠനങ്ങളും കണ്ടെയ്നർ കണക്കിന് സ്റ്റുഡൻസും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ എന്തു ഗുണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കുന്നില്ല. അപ്പോസ്തലന്മാരെ പോലെ കൊരിന്ത് സഭയായി. കുറെ കൂടി ഉപദേശം പഠിപ്പിച്ച് വന്നപ്പോ അവരെ ക്രിസ്തുവിന്റെ പത്രങ്ങളായി. ഇതിന്റെ അർത്ഥം, കൊരിന്ത് സഭയിൽ ഒരു വിശ്വാസിയെ നോക്കിയ ക്രിസ്തുവിന്റെ സ്വഭാവം ഒപ്പിയെടുക്കാമെന്ന് കാണാൻ കഴിഞ്ഞു. 3.5 വർഷം കൂടെ നടന്നപ്പോ തന്നെ ഒരു തൂപ്പുകാരി പറയാ, നിന്നെ കണ്ടിട്ട്, നിന്റെ വാക്കും ഉച്ചാരണവും കണ്ടിട്ട് നീ അവനോട് കൂടി. അപ്പൊ 3.5 വർഷം കൊണ്ട് ഈ അടിയും ബഹളമായിട്ടൊക്കെ നടന്ന ഇടിമക്കളായ പത്രോസിനെ ആരാക്കി മാറ്റി? ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാക്കി മാറ്റി. യൂദ പറഞ്ഞത് കേൾക്കണോ? യൂദയോട് പുരോഹിതന്മാർ പറഞ്ഞ യൂദയോട് പറഞ്ഞതാണോ? സ്തോത്രം. അതെ, ഞാൻ ആരെ ചുംബിക്കുന്നുവോ, കറക്റ്റ്, ഞാൻ ആരെ ചുംബിക്കുന്നു അവനെ എന്ത് ചെയ്യണം? അവനായ യേശു. അപ്പൊ ഈ 12 എണ്ണം ആരെ പോലെ ഇരിക്കുക? 12 എണ്ണം ആരെ പോലെ ഇരിക്കുക? തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ നമ്മളെയൊക്കെ കണ്ടാൽ നിങ്ങൾ വിലയിരുത്തി, നിങ്ങൾ ക്രമീകരണം പ്രാപിച്ചു. ഞാൻ ഉൾപ്പെടെ ഐ എം ഓൾസോ ഇൻക്ലൂഡിങ് മീ. ഞാൻ എന്നെ കൂടി ചേർത്ത് പറയുക, എന്നെ കൂടി പ്രതിയാക്കി പറയുക. ഈ ദിവസങ്ങളിൽ നമുക്ക് വലിയ രൂപാന്തരം ഉണ്ടാകണം. കർത്താവ് വരാറായി. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ട കാലം അതിക്രമിച്ചു. സകലവും യഥാസ്ഥാനമാക്കാൻ പോവുക. 3:21 പ്രവൃത്തി മനപ്പാടമാക്കി വെച്ചോണം എല്ലാവരും.
ലോകാരംഭം മുതൽ വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതൊക്കെയും യഥാസ്ഥാനമാക്കുന്ന ഒരു കാലം വന്നു നമ്മുടെ മുൻപിൽ. ഞാനും നിങ്ങളും ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ അതൊക്കെ ഒന്ന് പഠിച്ചു നോക്ക്. ഇസ്രയേലിനെ എടുത്ത് പഠിക്കുക. നമ്മുടെ കലണ്ടർ സ്തോത്രം ഇസ്രയേലാണ്, നമ്മുടെ ക്ലോക്ക് ഇസ്രയേലാണ്. സാമ്പാട്ട് പറയുന്നതാണ്. കർത്താവ് പറഞ്ഞ അത്തിയെ നോക്കി മുഖം ഓടിക്കാൻ, അത്തി യഹൂദനാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നേ. വാത്സല്യ ദൈവമക്കളെ, അബദ്ധത്തിൽ ചിന്തയാളരുത്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാർ നമുക്ക് തരുന്ന വിശുദ്ധമായ പ്രമാണം നമ്മൾ വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിച്ചോണം. ഞാൻ വേഗത്തിൽ സ്തോത്രം ആ പ്രാർത്ഥനയിലേക്ക് വരികയാണ്. അപ്പോസ്തലനായ പൗലൂസിന്റെ പ്രാർത്ഥനയാണ് നമ്മുടെ ഇന്നത്തെ പ്രസംഗ വിഷയം. എഫേസ് ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഇവിടെ വായിച്ചു അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനെ. അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇനി മറ്റത് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ആദ്യത്തെ പ്രാർത്ഥനയുടെ ശരിയായ ആ ആദ്യത്തെ ഭാഗം എന്താണ്? എഫേസ്യ സഭയിലെ വിശ്വാസികൾക്ക് എന്തുണ്ടാകണം? ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള ദൈവത്തെ കുറിച്ചൊരു പരിജ്ഞാനം ഉണ്ടാകണം. നിന്റെ യേശു ആരാ? ഞാൻ പാസ്റ്ററോട് ചോദിച്ചിട്ട് വരാം. പാസ്റ്ററോട് ചോദിച്ചിട്ട് ഞാൻ പറയാം എന്നാണോ പറയേണ്ടത് നമ്മൾ? അല്ല, യേശു ആരാ? യേശു എന്നെ പാപത്തിൽ വിടുവിച്ചവൻ. യേശു ആരാ? എൻ്റെ രക്ഷകൻ. ഹല്ലേലൂയ. ഞാൻ പാപിയായിരുന്നു, ഞാനൊരു മദ്യപാനിയായിരുന്നു, ഞാൻ പാപം ചെയ്തു ജീവിച്ചവനായിരുന്നു. എന്നാൽ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ, കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ചപ്പോൾ എനിക്ക് പാപമോചനം കിട്ടി. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു. ശ്രദ്ധിക്കണേ, ഈ പ്രസംഗത്തിന് ഇന്ന് മാറ്റം വന്നിരിക്കുക. യേശുവിനെ കണ്ടെത്തിയപ്പോൾ കടം മാറി, കഷ്ടത മാറി, പ്രയാസങ്ങൾ മാറി, വീട് കിട്ടി, ലോറി കിട്ടി, വണ്ടി കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി എന്ന് പറഞ്ഞ് ജനത്തെ പ്രലോഭിപ്പിച്ച് അവർക്ക് പാപത്തിൽ നിന്ന് മോചനം വചനത്തിലൂടെ പ്രസംഗിച്ച് പാപബോധമുണ്ടാക്കി യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ച് ഒരു വിശുദ്ധമായ ജീവിതം നയിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പിശാച് തുരങ്കം വെച്ചിരിക്കുക. ദൈവത്തെക്കുറിച്ചൊരു പരിജ്ഞാനം ഉണ്ടാകണം, കർത്താവിനെ കുറിച്ച് പരിജ്ഞാനം ഉണ്ടാകണം. അതാ പൗലോസ് എഫേസിലെ വിശ്വാസികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്. യേശു ആരാണ്? യേശുവിന്റെ പാപത്തിന്റെ പരിഹാരകനാണ്. യോഹന്നാൻ സ്നാപകൻ പറയുന്ന ആ വാക്യം എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കും. ഞാൻ ഇടയ്ക്കത് ഇഷ്ടംപോലെ പറഞ്ഞുകൊണ്ടിരിക്കും. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ആ വാക്യം ഏതാ? പാപവുമായിട്ടുള്ള ബന്ധത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞു. കറക്റ്റ്, 100 മാർക്ക്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ആരോടാ പറയുന്നത്? യഹൂദന്മാരോട്. നിങ്ങൾ യാഗം കഴിച്ച് മുടിഞ്ഞില്ലേ? നിങ്ങൾ ചെയ്ത പാപത്തിനനുസരിച്ച് ന്യായപ്രമാണം അനുശാസിക്കുന്ന യാഗം കഴിച്ച് നശിച്ച് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്ന യഹൂദ ജാതിയോടും അന്ന് തൻ്റെ മുമ്പിലുള്ള എല്ലാവരോടും യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ പോകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഇനി നീ പാപിയായി ജീവിക്കണ്ട, പാപഭാരം പേറണ്ട, പാപത്തിന് വേണ്ടി യാഗം നടത്തണ്ട, പാപത്തിന് വേണ്ടി പുരോഹിതന്റെ അടുക്കൽ പോകണ്ട, പാപത്തിന് വേണ്ടി തുകകൾ ചെലവഴിക്കണ്ട. ദൈവമക്കളെ, ഇന്ന് ലോകത്തിലെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന എന്തിനാ? നിങ്ങൾ പറ. പാപത്തിനൊരു പരിഹാരം കിട്ടും. ശബരിമലയിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, മക്കയിൽ പോകണം, മദീനയിൽ പോകണം, അവിടെ പോകണം, ക്രിസ്ത്യാനികൾ കുരിശുമല ചവിട്ടണം. ഇല്ലാത്ത കാശൊക്കെ കടം മേടിച്ചും ലോൺ എടുത്തും വസ്തു വിറ്റും എന്തൊക്കെ ചെയ്താ ഈ പാപമോചനത്തിന് വേണ്ടി മനുഷ്യൻ പ്രക്രിയകൾ ചെയ്യുന്നത്? എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് ഒരു ഗുണവുമില്ല. എന്നാൽ ഇവിടെ വചനം പറയുന്നു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ആർക്കുണ്ടാകണം? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ആർക്കുണ്ടാകണം? എഫേസിലെ വിശ്വാസികൾക്കുണ്ടാകണം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ അല്ലല്ലേ എഴുതിയിരിക്കുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് തരണം. അതിനുവേണ്ടി പൗലോസ് ഇരുന്നങ്ങ് പ്രാർത്ഥിക്കുക.
എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, ശുശ്രൂഷാ വൃന്ദങ്ങളെ, ആത്മാവിൽ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 2, 3, 4, 5, 10, 15 എത്ര ആത്മാവാണെങ്കിലും ശരി, അവരെ കൂട്ടിവരുത്തി പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി ദൈവവചനം പ്രസംഗിച്ച്, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടതുടാതെ പ്രാർത്ഥിക്കണം. എന്റെ വിശ്വാസിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ഉണ്ടാകണം. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ലഭിക്കണം. ഞാനിത് ആദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവുണ്ട്, ദുരാത്മാവുണ്ട്, ദൈവാത്മാവുണ്ട്, ജ്ഞാനത്തിന്റെ ആത്മാവുണ്ട്, പരിജ്ഞാനത്തിന്റെ ആത്മാവുണ്ട്, വിവേകത്തിന്റെ ആത്മാവുണ്ട്. ഇതെല്ലാം ആത്മാവാ. ഇന്ന് ലോകത്ത് കിടക്കുന്ന ആത്മാവ് ഏതാണെന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഇതൊന്നും ദൈവാത്മാവ് അല്ലവേ അല്ല. കാരണം വചനത്തിൽ പറയുന്ന ആത്മാവല്ല. എന്താ അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്താണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, എനിക്കൊരു വാക്യമേ പറയാനുള്ളൂ. 1 യോഹന്നാൻ 4:6. 1 യോഹന്നാൻ 4:6 ഒന്നെടുത്ത് വായിച്ചേ. എന്തുകൊണ്ട് ഞാനങ്ങനെ പറയുന്നു? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ആ, 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 അടുത്ത സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്ന് ഇതിനാൽ അറിയാം. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. ഏതിനാൽ അറിയാം? ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നതിനാലും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തതിനാലും. ദൈവമക്കളെ, ഈ വാക്യത്തെ ഇന്നത്തെ ക്രൈസ്തവ ഗോളം ഈ വാക്യത്തെ വികൃതമാക്കിയിട്ടിരിക്കുകയാണ്, വികലമായി പഠിപ്പിക്കുകയാണ്. ആദിമ അപ്പോസ്തലന്മാരായ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, ആദിയായ കൂടെ ഇൻക്ലൂഡിങ് പൗലോസും ചേരുന്നുണ്ടെങ്കിൽ അവരെയാണ് ദൈവം വചനം ഫലമേൽപ്പിച്ചത്. അവർ പറയുന്നതാണ് ദൈവത്തിന്റെ ആലോചന. അവരെയാണ് ദൈവം, സ്തോത്രം, ഈ രക്ഷന്റെ സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയുവാൻ ദൈവം ആക്കി വെച്ചത്. അത് പിതാവാം ദൈവം തെരഞ്ഞെടുത്ത് പുത്രന് കൊടുത്തു. പുത്രൻ അവർക്ക് ഈ വചനം കൊടുത്തു. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ ഓർ കൊടുത്തു, നിന്റെ വചനം ഞാൻ ഓർ കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവരോട് ഞാൻ അപേക്ഷിക്കുന്നു. പിതാവേ, നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയക്കുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി എന്ന് 10-40ഓളം പ്രാവശ്യമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നിങ്ങൾ വായിച്ചു പഠിച്ചാൽ 40ഓളം പ്രാവശ്യം എന്തെഴുതിയിട്ടുണ്ട്? അവർക്ക്, ഇവര്, അവരിൽ, അവര്, അവരുടെ, അവർക്ക്, ഇവരും എന്ന പദം. പണ്ടൊക്കെ ഞാൻ ദേവദാസന്മാർ ഇങ്ങനെ പ്രസംഗിക്കാൻ പറയും, ഒരു വാക്യം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രാധാന്യതയുണ്ട്. ഇപ്പൊ അപ്പോസ്തലന്മാരുടെ പ്രാധാന്യത അവർക്ക്, അവരുടെ, അവരിൽ ഞാൻ പ്രസാദിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ അവര് കേട്ടു. യഹൂദന്മാർ തള്ളിക്കളഞ്ഞപ്പോൾ ഇവരിത് കേട്ടു. അപ്പം തിന്നാനും അത്ഭുതം കാണാനും ഒരു കൂട്ടം ജനം വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്ത് പറഞ്ഞു കർത്താവ്? അപ്പം തിന്ന് തൃപ്തരായിട്ടല്ല, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരാതി കൊണ്ട് അത്ര എന്നെ അന്വേഷിക്കുന്നത് അല്ലേ? നശിച്ചുപോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനോട് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കും. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. എല്ലാം പോയി, സ്ഥലം വിട്ടു. കർത്താവ് ഉപദേശം കഠിനമാക്കി എല്ലാവരും പോയി. പോകാതെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്ന ആരാ? അവരാണ് ആദിമ അപ്പോസ്തലന്മാർ, ആദിമ ശിഷ്യന്മാർ. അവരുടെ ഫോളോവേഴ്സ് ആണ് നമ്മളെന്നുള്ള കാര്യം മറന്നു കളയരുത്. ഇന്നലെ ഞാനൊരു സഹോദരനോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ശ്രീനിവാസന്റെ സഹോദരനോട് പറഞ്ഞപ്പോൾ, നമ്മള് അപ്പോസ്തലന്മാരുടെ ഫോളോവേഴ്സാണ്, മോശയുടെ അല്ല. കർത്താവിൻ്റെ കൂടെ നടന്ന ദാസന്മാരായ ശിഷ്യന്മാരായ കർത്താവിൻ്റെ ഫോളോവേഴ്സാണ്. അവർ തരുന്ന ഉപദേശം, അവരുടെ രീതികൾ, അതാണ് പൗലോസ് ഇങ്ങനെ പറയാൻ കാരണം. നിങ്ങൾ ഞങ്ങളെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെയും മറ്റാരും കുറിക്കൊള്ളാനും അനുകരിക്കാനും നമുക്ക് കഴിയില്ല. അങ്ങനെ ചെയ്യരുത്. അബദ്ധത്തിൽ ചെന്ന് ചാടും. പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും അവർ തരുന്ന ഉപദേശങ്ങളും അവരുടെ ജീവിതവും അവരുടെ മാതൃകകളും നമ്മൾ പിൻപറ്റിക്കോളും, അല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. ഹല്ലേലൂയ. ഇവിടെ പൗലൂസ് പറയാണ്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ
എഫേസ്യർ സഭയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ പൗലൂസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നത്തെ ബഹുമാനപ്പെട്ട സഭകളിലെ പാസ്റ്റർമാരോട് എനിക്ക് ആത്മാവിൽ എരിവോടെ ദൈവസ്നേഹത്തിന്റെ ആധിക്യത്തിൽ എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത്, നിങ്ങളുടെ വിശ്വാസികൾ ഗൾഫിൽ പോയില്ലെങ്കിലും, നിങ്ങളുടെ വിശ്വാസികൾക്ക് വലിയ സാമ്പത്തികമായ നന്മകൾ കിട്ടിയില്ലെങ്കിലും, നിങ്ങളുടെ വിശ്വാസികൾക്ക് ഒരുപക്ഷെ വേണ്ടത്ര പോലെയുള്ള ഭൗതിക എക്കണോമി ഒന്നും ഉണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ അവർക്ക് കിട്ടാൻ വേണ്ടി ശുശ്രൂഷാ വൃന്ദങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം പൗലോസ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് തരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്.